السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, അതിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് എന്ന ഷറഹ് സഹിതമുള്ള ദർസ് ആണ് നമ്മൾ തുടരുന്നത്. ദർസ് 19. അപ്പോൾ കിതാബ് തൗഹീദിൽ ഉദ്ധരിച്ച ഒരു ഹദീസ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള അവകാശം എന്താണ് എന്ന്. അതിനുള്ള മറുപടി റസൂൽ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈഅൻ കഴിഞ്ഞിട്ട് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹി, ഇബാദ് അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള ഹഖ് എന്നത് അൻ ലാ യുഅദ്ദിബ, അവൻ ശിക്ഷിക്കാതിരിക്കലാണ്, മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവന് ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ അവൻ ശിക്ഷിക്കാതിരിക്കലാണ് എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നരകശിക്ഷ അവർക്ക് നൽകാതിരിക്കലാണ് എന്ന്. ഇതേ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇനി പറയുന്നത്. വഹഖ്ഖുൽ ഇബാദി അലല്ലാഹി, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല തുടരുകയാണ്. ഇബാദിന് അടിമകൾക്ക് അള്ളാഹുവിന്മേലുള്ള ഹഖ് അവകാശം എന്നത് അല്ലാ യുഅദ്ദിബ, അവൻ ശിക്ഷിക്കാതിരിക്കലാണ്, മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നും ഷിർക്ക് കൽപ്പിക്കാത്തവർക്ക്, ഷിർക്കൊന്നും ചെയ്യാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ശാശ്വതമായ നരകശിക്ഷ അവർക്ക് നൽകാതിരിക്കുക എന്നതാണ്. ഹാദൽ ഹഖ്ഖു ലിൽ ഇബാദി അലല്ലാഹി ലൈസ ബിഹഖ്ഖിൻ വാജിബിൻ അലല്ലാഹ്, എന്നാൽ ഈ ഹഖ് അള്ളാഹുവിന് നിർബന്ധമുള്ള ഒരു ബാധ്യത അല്ല. വഇന്നമാ ഹുവ തഫദ്ദുലുൻ മിൻഹു സുബ്ഹാനഹു വതആല, നിശ്ചയം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. ഷിർക്ക് ചെയ്യാത്തവരെ അവൻ ശാശ്വത നരക ശിക്ഷ അനുഭവിപ്പിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിന് മേൽ നിർബന്ധമായ കാര്യമൊന്നുമല്ല, അള്ളാഹു അത് അവൻ്റെ ഒരു ഔദാര്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ലിഅന്നല്ലാഹ, കാരണം അള്ളാഹു ലാ യജിബു അലൈഹി ഹഖ്ഖുൻ ലി അഹദിൻ, ഒരാൾക്കും ഉള്ള ഹഖ് അള്ളാഹു നിർബന്ധമുള്ള കാര്യമില്ല. വലാ അഹദുൻ യൂജിബു അലല്ലാഹി ഷൈഅൻ, ഒരാൾക്കും അള്ളാഹുവിനെ ഒന്നിനും നിർബന്ധിപ്പിക്കാനും കഴിയില്ല. കമാ ഹുവ മദ്ഹബുൽ മുഅ്തസിലത്തി, മുഅ്തസിലികളുടെ അഭിപ്രായം പോലെ. അതായത് മുഅ്തസിലികൾ പറയുന്നത് എന്താണ്, അള്ളാഹുവിന് നിർബന്ധമാണ് എന്ന്, അള്ളാഹുവിന് അത് നിർബന്ധമാണ് എന്നത്. ഫഹുമുല്ലദീന യറൗന, അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നവരാണ്, അവർ ഇങ്ങനെ കാണുന്നവരാണ്, അന്നല്ലാഹു യജിബു അലൈഹി അൻ യഅമല കദാ, ഇന്ന പ്രകാരം അള്ളാഹു പ്രവർത്തിക്കണമെന്നത് അള്ളാഹുവിന് നിർബന്ധമാണ്. യൂജിബൂന അലല്ലാഹി ബിഉഖൂലിഹിം, അള്ളാഹുവിൻ്റെ മേൽ അവർ നിർബന്ധമാക്കുന്നു അവരുടെ ബുദ്ധി പ്രകാരം. അമ്മ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തി ഫയഖൂലൂൻ, എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ അലൈഹി ഹഖ്ഖുൻ വാജിബുൻ ലി ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ സൃഷ്ടികൾക്ക് മേൽ നിർബന്ധമായ ഒരു ബാധ്യതയും ഇല്ല. വ ഇന്നമാ ഹുവ ഷൈഉൻ തഫദ്ദല ബിഹി സുബ്ഹാനഹു വ തകറമ ബിഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി വശാരമായി നൽകുന്നത് മാത്രമാണ്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ മേൽ ഹഖാണ്, ബാധ്യതയാണ്. അത് അള്ളാഹുവിനെ നിർബന്ധമാക്കിയതാണ്, അല്ലാതെ സൃഷ്ടികൾക്ക് അള്ളാഹുവിന് മേൽ ഒന്നും നിർബന്ധം ചെലുത്താൻ കഴിയുകയില്ല. ഹാദാ ഹഖ്ഖു തഫദ്ദുലിൻ ബിഹി വനളമ ദാലിക ശാഇറു ബിഖൗലിഹി. അപ്പോൾ ഇവിടെ വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ എന്ന് കാണാം. ഈ ആയത്ത് ഇത് സൂറത്ത് അർ-റൂം 30-ാമത്തെ സൂറത്ത് 47-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. وَلَقَدْ أَرْسَلْنَا مِنْ قَبْلِكَ رُسُلًا إِلَى قَوْمِهِمْ فَجَاءُوهُمْ بِالْبَيِّنَاتِ فَانْتَقَمْنَا مِنَ الَّذِينَ أَجْرَمُوا وَكَانَ حَقًّا عَلَيْنَا نَصْرُ الْمُؤْمِنِينَ. وَلَقَدْ أَرْسَلْنَا, നിശ്ചയം നാം അയച്ചു, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പേ, അതായത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ, റുസുലൻ മുർസലീങ്ങളെ, ഇലാ ഖൗമിഹിം അവരവരുടെ സമൂഹങ്ങളിലേക്ക്, കൗമുകളിലേക്ക്, ഫജാഊഹും അവരെത്തിച്ചു, ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ഫന്തഖംനാ മിനല്ലദീന അജ്റമു അപ്പോൾ
അത് നിഷേധിച്ചുകൊണ്ട് കുറ്റവാളികളായി കുറ്റം പ്രവർത്തിച്ചവരോട് നമ്മൾ എന്ത് ചെയ്തു? അവർക്കെതിരെ നാം പ്രതികാര നടപടിയെടുത്തു, ശിക്ഷാ നടപടിയെടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പറയുന്നത് വക്കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ കടമയാകുന്നു എന്ന്. അത് അള്ളാഹു സ്വയം ഏറ്റെടുത്തിട്ടുള്ള കടമയാണ്. ആർക്കും ഒരു കടമയും അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധിപ്പിക്കാൻ കഴിയുകയില്ല എന്നതാണ്. ഇനി ഒരു കവി പാടുന്നത് കാണാം. മാലിൽ ഇബാദി അലൈഹി ഹഖ്ഖുൻ വാജിബുൻ കല്ലാ വലാ സഅയുൻ ലദൈഹി ളായിഉൻ ഇൻ ഉദ്ദിബു ഫബിഅദ്ലിഹി ഔ നുഇമു ഫബിഫദ്ലിഹി വഹുവൽ കരീമുൽ വാസിഉ. മാലിൽ ഇബാദി അലൈഹി ഹഖ്ഖുൻ, അടിമകൾക്ക് ഇല്ല അവൻ്റെ മേൽ ഒരു നിർബന്ധം ചെലുത്തലും ഇല്ല. വാജിബുൻ, നിർബന്ധമായ ഒരു അവകാശവും അടിമകൾക്ക് ഇല്ല. കല്ല എന്നല്ല, വലാ സഅയുൻ എന്നാൽ എന്താണ്? വലാ സഅയുൻ ലദൈഹി ളായിഉൻ, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ശ്രമവും നഷ്ടപ്പെടുകയില്ല. അടിമകളുടെ ഒരു പരിശ്രമവും എന്താവില്ല, അത് നഷ്ടപ്പെടില്ല. അള്ളാഹു അതിന് അനുയോജ്യമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇൻ ഉദ്ദിബു, അടിമകൾ ശിക്ഷിക്കപ്പെട്ടാൽ ഫബി അദ്ലിഹി, അത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഭാഗമാണ് ശിക്ഷ നടപ്പാക്കുക എന്നത്. ഔ നുഇമു, ഇനി അതല്ല, അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ടാൽ ഫബി ഫദ്ലിഹി, അത് അവൻ്റെ ഔദാര്യം മൂലമാണ്. വഹുവൽ കരീമുൽ വാസിഉ, അള്ളാഹു അൽ കരീം അത്യുദാരനാണ്, അൽ വാസിഉ വിശാലനുമാണ് എന്ന്. ഫമഅന ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി, അപ്പോൾ അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള ഹഖ് എന്ന് പറഞ്ഞാൽ യാനി ഉദ്ദേശിക്കുന്നത് അൽ ഹഖ്ഖുല്ലദീ തഫദ്ദല ബിഹി, അള്ളാഹു ഔദാര്യമായി ചെയ്തു കൊടുക്കുന്ന ഹഖ് എന്ന നിലക്ക് ആണ്. ഔജബഹു അലാ നഫ്സിഹി, അവന്റെ നഫ്സിന് മേൽ അവൻ തന്നെ നിർബന്ധമാക്കിയത്. മിൻ ദൂനി അൻ യൂജിബഹു അലൈഹി അഹദും മിൻ ഖൽഖി, അവന്റെ സൃഷ്ടികളിൽ ആരും അവന്റെ മേൽ നിർബന്ധമാക്കാതെ അവൻ സ്വയം നിർബന്ധമാക്കുന്നതാണ്. ബൽ ഹുവല്ലദീ ഔജബഹു അലാ നഫ്സിഹി, പക്ഷേ അള്ളാഹു അവന്റെ മേൽ അവൻ തന്നെ നിർബന്ധമാക്കുന്നതാണ്. തകർറുമൻ മിൻഹു ബിമൂജിബി വഅദിഹിൽ കരീമില്ലദീ ലാ യുഖ്ലിഫുഹു, അതെങ്ങനെയാണ്? അള്ളാഹു അത്യുദാരനാണ്, അവൻ വാഗ്ദാനം ലംഘിക്കുകയില്ല. ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സ്വയം നിർബന്ധമാക്കുന്നതാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, വഅദല്ലാഹി, അല്ലാഹുവിന്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുല്ലാഹു, അല്ലാഹു ലംഘിക്കുകയില്ല, വഅദഹു അവന്റെ വാഗ്ദാനം അവൻ ലംഘിക്കുകയില്ല എന്ന്. അത് സൂറത്തു അർ-റൂം 6-ാമത്തെ ആയത്തിൽ കാണാം. വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. വഅദല്ലാഹ്, അല്ലാഹുവിന്റെ വാഗ്ദാനം, ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകളും അറിയുന്നില്ല എന്ന്. ഇനി സൂറത്ത് ആൽ ഇംറാനിൽ നമുക്ക് കാണാം ഒരു പ്രാർത്ഥന. റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ, റബ്ബനാ ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ജാമിഉൻ നാസി, നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ്, ലിയൗമിൻ ഒരു ദിവസത്തേക്ക്, ലാ റൈബ ഫീഹി അതിൽ യാതൊരു സംശയമില്ല, അന്ത്യനാളിൽ നീ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ലാ യുഖ്ലിഫുൽ മീആദ്, അവൻ വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന്. അല്ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒരു ശിർക്കും ചെയ്യാത്തവരെ ശിക്ഷിക്കരുത് എന്നതാണ് അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള അവകാശം എന്നത്. ഫദല്ല ഹാദാ, അപ്പോൾ ഇത് അറിയിക്കുന്നു, അല അന്നമൻ സലിമ മിന ശിർക്കിൽ അക്ബരി വൽ അസ്ഗരി, ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, ഫഇന്നഹു യുസല്ലമു മിനൽ അദാബ്, അവൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടും. വഹാദാ ഇദാ ജമഅതുഹു മഅ അൻ-നുസൂസിൽ ഉഖ്റ അല്ലതി ജാഅത് ബിൽ വഈദി അലൽ ഉസാത്തി വൽ ഫസഖത്തി, ഇത് ഉസാത്ത് പാപികൾ, ഫസഖത്ത് തമ്മാടികൾ അല്ലെങ്കിൽ അധർമ്മികൾ, അവർക്ക് നൽകിയ
മായി ബന്ധപ്പെട്ട് മറ്റ് പ്രമാണങ്ങൾ വന്നതും കൂടെ ചേർത്ത് ആണ്. ഫഇന്നക തഖൂൽ, നീ ഇങ്ങനെ പറയാ, അൽ ഉസാതു മിനൽ മുവഹിദീന അല്ലദീന ലം യുശ്രികു ബിഹി ഷൈഅ, ഒരു ശിർക്കും ചെയ്യാത്ത മുവഹിദീങ്ങൾ, ഏകദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവരിൽ നിന്നുള്ള ഉസാത്ത് പാപികൾ, എന്നാൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ഷിർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ. വലാകിൻ ഇൻദഹും ദുനൂബുൻ ദൂന ഷിർക്കി, ഷിർക്കിൽ താഴെയുള്ള പാപങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ പക്കലുണ്ട്. മിൻ സരിഖത്തിൻ, ഇത് കളവ്, ഔ സിന, അല്ലെങ്കിൽ വ്യഭിചരിച്ചിട്ടുണ്ട്, വ്യഭിചാരം, ഔ ഷുർബ് ഖംർ, അല്ലെങ്കിൽ മദ്യപാനം, ഔ ഗീബ ഔ നമീമ, ഗീബത്ത് പിന്നെ പരദൂഷണം, അല്ലെങ്കിൽ നമീമത്ത് ഏഷണി, ഔ ഇലാഖരി, അല്ലെങ്കിൽ അതുപോലെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം വരെ ഏതൊക്കെ ഉണ്ട് തിന്മകളെങ്കിൽ ആ തിന്മകൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഫഹാദിഹി ദുനൂബുൻ യസ്തഹിഖു അസ്ഹാബുഹ അൽ അദാബ്, ഈ പാപങ്ങളൊക്കെ അത് ചെയ്ത ആളുകൾക്ക് അതിന് ശിക്ഷ അർഹിപ്പിക്കുന്നതാണ്. എന്നാൽ വലാക്കിൻ, പക്ഷേ ഹിയ തഹ്ത മഷിയത്തില്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ മഷിയത്തിന് കീഴിലാണ്. എങ്ങനെ, ഇൻഷാ അല്ലാഹു ഗഫറ ലഹും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുത്തുനിന്ന് വരും. മിൻ ദൂനി അദാബിൻ, ഒരു ശിക്ഷയും കൂടാതെ, അതായത് ഈ തെറ്റുകൾക്കുള്ള ശിക്ഷയൊന്നും നരകത്തിൽ കൊടുക്കാതെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആദ്യമേ തന്നെ ഇവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ. അള്ളാഹു ചിലപ്പോൾ അങ്ങനെ ചെയ്യും. അദ്ഖലഹുമുൽ ജന്ന, അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇൻഷാ, ഇനി അള്ളാഹു ഉദ്ദേശിച്ചാൽ അസ്സബഹും ബിഖദ്രി ദുനൂബിഹിം, അവരുടെ ഈ പാപങ്ങളുടെ കണക്കിന് അവരെ ശിക്ഷിക്കും, നരകത്തിലിട്ട് ശിക്ഷിക്കും. അങ്ങനെ സുമ്മ യുഖ്രിജുഹും ബിതൗഹീദിഹിം, പിന്നെ അവരുടെ തൗഹീദ് കാരണമായി അവരെ ആ നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് എന്ത് ചെയ്യും, വയുദ്ഖിലുഹും അൽ ജന്ന, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഫൽ മുവഹിദൂന മആലുഹും ഇലൽ ജന്നതി, അപ്പോൾ ഏകദൈവ വിശ്വാസികൾ, തൗഹീദിൻ്റെ ആളുകൾ, ഷിർക്കൊന്നും ചെയ്യാത്ത ആളുകൾ, അവരുടെ അഭയസ്ഥാനം, അവരുടെ സങ്കേതം, അവസാന സങ്കേതം എന്നത് എന്താണ്, സ്വർഗമാണ്. അവരുടെ മആൽ, അഭയസ്ഥാനം സ്വർഗത്തിലേക്ക്. ഇമ്മ ഇബ്തിദാൻ വ ഇമ്മ ഇംതിഹാൻ, ഒന്നുകിൽ തുടക്കത്തിലെ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അവസാനം സ്വർഗത്തിൽ പോകും. വഖദ് ജാഅ ഫിൽ അഹാദീസ്, ഈ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അന്നഹു യുഖ്റജു മിനൻ നാരി മൻ ഫീ ഖൽബിഹി അദ്നാ മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ, ഈമാൻ, സത്യവിശ്വാസം, തൗഹീദ്, അത് ഒരു കടുകുമണി തൂക്കം എങ്കിലും ഉള്ള ആൾക്ക്, അതിൽ അല്ലെങ്കിൽ കടുകുമണി തൂക്കത്തിൽ താഴെ, അതിനാന്നാണ് അതിനാമൻ, അത്രയും കടുകുമണി തൂക്കത്തിലും താഴെ ഈമാനുള്ള ഒരാളാണ്, തൗഹീദുള്ള ആളാണെങ്കിലും അയാൾ എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. വ യുഖ്റജു മിനൻ നാരി ഉനാസുൻ കൽ ഫഹ്മി, കരി പോലെ എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് ജനങ്ങൾ പുറപ്പെടുവിക്കപ്പെടും. അതായത് നരകത്തിൽ കുറേ കാലം, അല്ലെങ്കിൽ അതിൻ്റെ ഖദറനുസരിച്ച്, അവരുടെ പാപങ്ങളുടെ തോതനുസരിച്ചുള്ള ശിക്ഷ നൽകപ്പെട്ട ശേഷം അവർ പുറപ്പെടുവിപ്പിക്കപ്പെടും. അങ്ങനെ അവർ പുറപ്പെടുവിപ്പിക്കപ്പെടുന്ന സമയത്ത് അവർ കരിയായിട്ടുണ്ടാവും. ഖദിം തഹ്ഷു, അവർ എന്തായിട്ടുണ്ടാവും, നരകത്തിൽ കിടന്നിട്ട് കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും. സുമ്മ യുംബിതുല്ലാഹു അജ്സാമഹും, പിന്നെ അള്ളാഹു അവരുടെ ശരീരങ്ങളെ മുളപ്പിക്കും. എങ്ങനെ, ബിഅയ്യുൽഖൂ ഫീ നഹരിൻ അലാ ബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഒരു നെഹറുണ്ട്, ഒരു നെഹറുൽ ഹയാത്ത്, ഒരു ജീവൻ നൽകുന്ന, പുതുജീവൻ നൽകുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയിലിട്ടിട്ട് അവരെ എന്ത് ചെയ്യും, അള്ളാഹു മുളപ്പിക്കും. യുഖാലു ലഹു നെഹറുൽ ഹയാത്ത്, അത് നെഹറുൽ ഹയാത്ത് എന്നാണ് പറയാം, ജീവൻ്റെ നദി. ഫതുംബിതു അജ്സാമുഹും, അപ്പോൾ അവരുടെ ശരീരങ്ങൾ എന്താവും, ആ കരിയൊക്കെ പോയിട്ട് അവരുടെ ശരീരം ശരിക്ക് നല്ല രൂപത്തിലാകും. സുമ്മ യദ്ഖുലൂന അൽ ജന്ന, പിന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വയുഖല്ലദൂന ഫിഹാ, പിന്നീട് അവർക്ക് പുറത്തേക്ക് പോണ്ട, സ്വർഗത്തിൽ തന്നെ അവർ ശാശ്വതവാസികളായി മാറും. ഫഅഹ്ലു തൗഹീദി മആലുഹും ഇലൽ ജന്ന, അപ്പോൾ തൗഹീദിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കേതം, അവസാന സങ്കേതം എന്നത് സ്വർഗമാണ്. ഹത്താ വലൗ ഉദിബു ഫിന്നാരി, അവർ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ പോലും, ഫഇന്നഹും ലാ യുഖല്ലദൂന ഫിഹാ, അവർ നരകത്തിൽ ശാശ്വതവാസികൾ ആക്കപ്പെടുന്നതല്ല. വദാലിക, അതെന്താണ്, ബിസബബി തൗഹീദി, തൗഹീദിൻ്റെ കാര്യം കൊണ്ടാണ്, കാരണം കൊണ്ടാണ് എന്ന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഈ നരകത്തിൽ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറേ കാലങ്ങളോളം ഉണ്ടാവും. ആ ശിക്ഷ അത്രയും അനുഭവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ ഘട്ടത്തിൽ തന്നെ നരകശിക്ഷയൊന്നും കൂടാതെ
തീരെ നരകശിക്ഷയില്ലാതെ സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനായി പ്രവർത്തിക്കണം. അപ്പോൾ പാപങ്ങൾ ചെയ്താൽ, ഷിർക്കല്ലാത്ത പാപങ്ങൾ അത് പ്രശ്നമല്ല, എന്തായാലും അവസാനം സ്വർഗത്തിൽ പോലോ എന്നൊരു ചിന്ത അങ്ങനെ ഉണ്ടായാൽ പോരാ. കാരണം ഇതിൽ വേറെ പല വിഷയങ്ങളുണ്ട്. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. അത് ഈമാനിൽ നിന്ന് നമ്മളിങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ പാപങ്ങൾ ഇങ്ങനെ വർദ്ധിക്കും തോറും ഇസ്തിഗ്ഫാറൊന്നും ചെയ്യുന്നില്ല, പാപം ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ തെറ്റ് വന്നു പോകുന്നത് അല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ പാപങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഈമാൻ തന്നെ ഊരി പോകാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ അയാൾക്ക് തൗഹീദ് പോയാലോ, ഈമാൻ പോയാൽ പിന്നെ തൗഹീദില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ പാപങ്ങൾ അയാളെ അവിശ്വാസത്തിലേക്കും നയിക്കും. അത് സൂക്ഷിക്കണം. കാരണം പാപപങ്കിലമായ ജീവിതം നയിക്കുന്ന വ്യക്തിയെ ശൈത്താന് വലയിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ട് ഈ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണുന്നത്, ഷിർക്കല്ലാത്ത പാപങ്ങളും ഭയങ്കരം തന്നെയാണ്, അതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, സൂക്ഷിക്കേണ്ടതാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഈമാൻ വേണം. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് അയാൾ ജീവിച്ചിരുന്നു, തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അയാൾ അവസാന ഘട്ടത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ. അപ്പോൾ പാപങ്ങൾ മനുഷ്യനെന്ത് ചെയ്യും? നരകത്തിലേക്ക് അടുപ്പിക്കും, ഈമാനിൽ നിന്ന് ഇങ്ങനെ തെറിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കണം. ചെയ്തു പോയാൽ ഉടനെ തന്നെ ഇസ്തിഗ്ഫാറും തൗബയൊക്കെ വർദ്ധിപ്പിച്ച് അതിൽ നിന്ന് മുക്തരാവാൻ നോക്കുകയും വേണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തന്ന് സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി അമ്മൽ കുഫാർ വൽ മുശ്രികൂന വൽ മുനാഫിഖൂന അന്നിഫാഖ് അക്ബർ ഫഹഉലായി മആലുഹും എന്നായിരിക്കും. അവിടെ ഹാ ഇലാമ അങ്ങോട്ടൊരു മാറിയാണ് ടൈപ്പ് പ്രിന്റിംഗ് കാണുന്നത്, അത് തെറ്റായിരിക്കും. അന്നാർ ഖാലിദീന മുഖല്ലദീന ഫിഹാ. അപ്പോൾ ഇനി കാഫിറുകൾ, മുശ്രിക്കുകൾ, അതേപോലെ മുനാഫിഖുകൾ, കപട വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, കപടത എന്ന് പറഞ്ഞാൽ നിഫാഖുൽ അക്ബർ ആണ് ഉദ്ദേശിക്കുന്നത്. കുഫറാണെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരം കുഫറാണ് ഉദ്ദേശിക്കുന്നത്. കുഫറും ദൂന കുഫറല്ല. അപ്പോൾ കപടത ഉള്ള ആളുകൾ, തനിച്ച കപട വിശ്വാസികൾ, അവരൊക്കെ ലാ യദ്ഖുലൂനൽ ഫഹഉലായി കൂട്ടർ മആലുഹും അന്നാറു, അവരുടെ സങ്കേതം നരകമാണ്. അന്നാർ ഖാലിദീന മുഖല്ലദീന ഫിഹ, അതിലവർ ശാശ്വതമാക്കപ്പെടുന്നവരാണ്. ലാ യദ്ഖുലൂനൽ ജന്നത അബദ, ഒരു കാലത്തും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്ത് നമുക്ക് കാണാം. ഒരായത്ത് ശ്രദ്ധിക്കാം. സൂറത്തുൽ അഅറാഫ് 40-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ഇന്നല്ലദീന കദ്ദബൂ, നിശ്ചയം കളവാക്കിയവർ, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നമ്മുടെ സുക്തങ്ങളെ കളവാക്കിയവർ, വസ്തക്ബറു അൻഹ, അതേ സംബന്ധിച്ച് അഹങ്കാരം നടിച്ചവരും ഗർവ് നടിച്ചവരും, ലാ തുഫത്തഹു ലഹും, അവർക്ക് തുറക്കപ്പെടുന്നതല്ല, അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല, വലാ യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതുമല്ല, ഹത്താ യലിജൽ ജമലു, ഒട്ടകം പ്രവേശിക്കുന്നതുവരെ, ഫീ സമ്മിൽ ഖിയാത്ത്, ഖിയാത്ത് സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം പ്രവേശിക്കുന്നവരെ. സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം പ്രവേശിക്കുമോ? പ്രവേശിക്കൂലല്ലോ, കഴിയില്ലല്ലോ. അപ്പോൾ അത് അസാധ്യമാണ്, ഇമ്പോസിബിൾ ആണ്, അതാണ് ആ പ്രയോഗം. അപ്പോൾ സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം പ്രവേശിക്കുന്നവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വകദാലിക നജ്സിൽ മുജ്രിമീൻ, അപ്രകാരമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്. അപ്പോൾ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വാക്ക്, ഹദീസ്, അല്ലാ യുഅദ്ദിബ, അവൻ ശിക്ഷിക്കാതിരിക്കലാണ്. അതായത് അള്ളാഹു മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അവനിൽ ഒന്നും പങ്കു ചേർക്കാത്തവരെ. ഇതാണ് അടിമകൾക്ക് അള്ളാഹുവിന്മേലുള്ള അവകാശം എന്ന് പറഞ്ഞത്. ഹാദാ വഅദും മിനല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വാഗ്ദാനമാണ്. ഇൻഷാഅ ഗഫറ ഹാദിഹി ദുനൂബ, ഈ പാപങ്ങൾ അവൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, ഷിർക്കല്ലാത്ത. വ ഇൻഷാഅ അദ്ദബ അസ്ഹാബുഹാ,
ഇനി അവൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ആളുകളെ, ആ പാപികളെ അവൻ ശിക്ഷിക്കും. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യും? അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, പാപികളായിട്ടുള്ള വിശ്വാസികൾ ആണെങ്കിൽ. ചിലപ്പോൾ ശുപാർശകരുടെ ഷഫാഅത്ത് നിമിത്തം നരകത്തിൽ നിന്ന് ആളുകളെ അള്ളാഹു മോചിപ്പിക്കും. സത്യവിശ്വാസികളായിട്ടുള്ള, തൗഹീദിന്റെ വക്താക്കളായിട്ടുള്ള, എന്നാൽ പാപം കൊണ്ട് നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ചിലപ്പോൾ ഷഫാഅത്ത് വഴി അവർക്ക് നരകത്തിൽ നിന്നുള്ള മോചനം സാധ്യമാകാം. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, എല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ്, ഇത് ഷഫാഅത്ത് ഒരു കാരണമാകുന്നു മാത്രം. അപ്പോൾ ചിലപ്പോൾ മുജറദായിട്ട് ഷഫാഅത്തൊന്നും കൂടാതെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വഴി അവൻ എന്ത് ചെയ്യാം? ഈ നരകവാസികളുള്ള ആളുകളെ മോചിപ്പിക്കും നരകത്തിൽ. അപ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നരകത്തിൽ, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിലും അവരുടെ അന്തിമവാസ സങ്കേതം എന്ന് പറയുന്നത് അത് ജന്നത്ത്, സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അപ്പോൾ സൂറത്തുൻ നിസാ 48-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവന് ഷിർക്ക് വെക്കപ്പെടുക എന്നത്, അവന് ഷിർക്ക് ചെയ്യാന്നുള്ളത് അവൻ പൊറുക്കാത്ത പാപമാണ്, പൊറുക്കില്ല. വയഗ്ഫിറു, അവൻ പൊറുക്കുന്നതാണ് മാ ദൂന ദാലിക്, അത് കൂടാത്തത്, അതിൻ്റെ താഴെയുള്ളത്. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വമൻ യുശ്രിക് ബില്ലാഹി, അപ്പോൾ ആരൊരുത്തൻ അള്ളാഹുവിൽ ഷിർക്ക് വെച്ചോ, ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, അവൻ ഭയങ്കരമായിട്ടുള്ള കുറ്റമാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്ന്. അപ്പോൾ ഷിർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്ത ആൾക്കും രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെ? ഇവിടുന്ന് തൗബ ചെയ്ത് തൗഹീദിലേക്ക് പൂർണ്ണമായിട്ടും തൗഹീദ് ഉൾക്കൊണ്ട് വന്നാൽ ഷിർക്ക് ചെയ്ത ആൾക്കും പൊറുക്കപ്പെടും. ഒരാൾ മുസ്ലിമല്ല, അയാൾ ബഹുദൈവവിശ്വാസിയായിരുന്നു, അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി, അയാൾ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി, ഇസ്ലാം വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി അയാൾ എന്ത് ചെയ്തു? അയാളുടെ മുൻ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് കാരണമായി. ഷിർക്ക് ഉൾപ്പെടെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. അതേപോലെ മുസ്ലിങ്ങളിൽപ്പെട്ട ആൾ തന്നെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതൊക്കെ ഷിർക്കിൽ അകപ്പെട്ടു. എത്രയോ ആളുകൾ ഷിർക്കായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർ സത്യം മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ട് ഇപ്പോൾ മരണപ്പെട്ടവരെ വിളിച്ചു തേടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായ തൗഹീദിലേക്ക് എത്തിപ്പെട്ടു ഒരാൾ എങ്കിൽ അവരുടെ മുൻ പാപങ്ങൾ അള്ളാഹു പൊറുക്കും. എന്നാൽ ഷിർക്കല്ലാത്ത പാപങ്ങൾ അത് അള്ളാഹു ഒരു പക്ഷേ തൗബ ഇസ്തിഗ്ഫാറും ഇല്ലാതെ പോലും പുറത്തു കൊടുത്തേക്കാം എന്നതാണ്. ഷിർക്ക് ചെയ്താൽ പിന്നെ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. അയാൾ എന്ത് ചെയ്യണം? ആ ഷിർക്ക് ചെയ്തത് കുറ്റസമ്മതം നടത്തി സമ്മതിച്ച് അയാൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അയാൾ ശുദ്ധമായ തൗഹീദ് ഉൾക്കൊണ്ട് പിന്നീട് ജീവിക്കണം. അള്ളാഹു യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.